ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ എപ്പിസോഡ് ഓഫ് അവർ ട്രാവൽ സ്റ്റോറീസ്. വാഗമണിലെ പൈൻ വാലിയും മൊട്ടക്കുന്നും തങ്ങൾപ്പാറയും ഒക്കെ കണ്ടു മടുത്തവരാണോ നിങ്ങൾ? എങ്കിൽ നമുക്കൊരു വെറൈറ്റി പിടിച്ചാലോ? വാഗമണിന് ചുറ്റുഭാഗത്തായി ഒരുപാട് ഹിഡൻ സ്പോട്ടുകളൊക്കെ ഉണ്ട്. അതിൽ കുറേയൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്, എന്നാൽ ഇനിയും എക്സ്പ്ലോർ ചെയ്യപ്പെടാത്ത കുറേ സ്ഥലങ്ങൾ ബാക്കിയുണ്ട്. അങ്ങനെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഫേമസ് ആയ ഒരു സ്ഥലമാണ് ഉളുപ്പുണി. എന്നാൽ അതിന്റെ തൊട്ടടുത്ത് കിടന്നിട്ടും ഇതുവരെ ആൾക്കാർ കേട്ടിട്ട് പോലുമില്ലാത്ത അടിപൊളി ഒരു സ്പോട്ടുണ്ട്. അതാണ് കവന്ത. ഫഹദ് ഫാസിൽ നായകനായ യോബിന്റെ പുസ്തകം എന്ന സിനിമയുടെ ഒട്ടുമിക്ക ഭാഗങ്ങളും ഉളുപ്പുണിയിലും കവന്തയിലും ഒക്കെ ആയിട്ടാണ് ഷൂട്ട് ചെയ്തത്. വാഗമണിൽ മറ്റേത് സ്ഥലങ്ങളെക്കാളും അതിമനോഹരമാണ് ഈ ഒരു ലൊക്കേഷൻ. കവന്ത വഴി ഉളുപ്പുണി ടോപ്പിലേക്കുള്ള ഒരു ഓഫ് റോഡ് റൈഡാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ. നിങ്ങൾ വീഡിയോ മാക്സിമം 4K തന്നെ കാണാൻ ശ്രമിക്കുക. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. ഞങ്ങളിപ്പോൾ ഏകദേശം വാഗമണ്ണ് അടുക്കാറായിട്ടുണ്ട്. വാഗമണ്ണിൽ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ മാറിയിട്ടാണ് നമ്മൾ പോകുന്ന ലൊക്കേഷൻ വരുന്നത്. സാധാരണ കോട്ടയത്തു നിന്നൊക്കെ ഉള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ വീക്കെൻഡ്സിൽ പോകുന്ന ഒരു സ്ഥലമാണ് വാഗമണ്ണ്. എല്ലാവരും വാഗമണ്ണ് വന്ന് പൈൻ ഫോറസ്റ്റും മൊട്ടക്കുന്നും ഒക്കെ കണ്ട് അങ്ങനെ അങ്ങ് പോവാറാണ് പതിവ്. എന്നാൽ വാഗമണ്ണിൽ ഇതിനേക്കാളൊക്കെ വ്യത്യസ്തമായിട്ട് ഒരുപാട് സ്ഥലങ്ങൾ ഹിഡനായിട്ട് കിടപ്പുണ്ട്. അങ്ങനെ ഒരു സ്ഥലമാണ് ഈ കവന്തയും ഉളുപ്പുണിയും ഒക്കെ. നേരം വെളുത്തു വരുന്ന സമയത്തുള്ള ആ ഒരു ഗോൾഡൻ കളർ വെട്ടം ഈ പുല്ലുമേടുകളിൽ വന്ന് തട്ടുമ്പോൾ കാണുന്ന ആ ഒരു ഭംഗി കാണണമെങ്കിൽ ഇതുപോലെ പുലർച്ചെ തന്നെ യാത്രകൾ ചെയ്യണം. ഈ കാഴ്ച എല്ലാ സമയത്തും ഒന്നും ഇവിടെ കാണണമെന്നില്ല. അത്യാവശ്യം തെളിഞ്ഞുള്ള സമയങ്ങളിൽ മാത്രമേ ഇതുപോലത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അമൽ നീരദിന്റെ യോബിന്റെ പുസ്തകം എന്ന സിനിമ ഇറങ്ങിയ സമയത്ത് അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ അട്രാക്ട് ചെയ്ത് അതിലെ അടിപൊളി BGMകളും ലൊക്കേഷനും ഒക്കെ ആയിരുന്നു. അന്ന് ബക്കറ്റ് ലിസ്റ്റിൽ കയറിയ ഒരു ലൊക്കേഷനാണ് ഇതൊക്കെ. നേരത്തെ ഒരുപാട് തവണ വന്നിട്ടുണ്ടെങ്കിലും നമ്മളിതുപോലെ വീഡിയോസ് ഒക്കെ എടുക്കുന്നത് ആദ്യമായിട്ടാണ്. കടക്കാട് വ്യൂ പോയിന്റ് ഒക്കെ കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ ആദ്യം കാണുന്ന ഈ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ട് പുള്ളിക്കാനം പോകുന്ന റൂട്ടിലാണ് നമുക്ക് അങ്ങോട്ട് ഇനി പോവേണ്ടത്. ഉളുപ്പുണിയിൽ നമുക്ക് 2 റൂട്ട് വഴി വരാൻ പറ്റും. ഒന്ന് വാഗമൺ ചോറ്റുപാറ ജംഗ്ഷൻ വഴിയും മറ്റൊന്ന് കാഞ്ഞാറ് മൂലമറ്റം ചോറ്റുപാറ ജംഗ്ഷൻ വഴിയുമാണ്. രണ്ടും അത്യാവശ്യം നല്ല ഓഫ് റോഡ് ഉള്ള വഴികളാണ്. വാഗമണിൽ നിന്ന് ഏകദേശം 12 കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ളത്. പുള്ളിക്കാനം പോകുന്ന റൂട്ടിൽ ചോറ്റുപാറ ജംഗ്ഷനിൽ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് ഏകദേശം 5 കിലോമീറ്ററോളമാണ് ഇങ്ങോട്ട് നമുക്ക് യാത്ര ചെയ്യാനുള്ളത്. ഞങ്ങൾ നല്ലപോലെ തെളിഞ്ഞ ഒരു കാലാവസ്ഥ ചൂസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇന്നത്തെ യാത്ര ചെയ്യുന്നത്. നല്ല മഴയുള്ളപ്പോഴും നല്ല വെയിലുള്ളപ്പോഴും ഇങ്ങോട്ട് വരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മഴയുള്ള സമയങ്ങളിൽ ഓഫ് റോഡ് ഫുള്ള് ചെളിയായിട്ട് വണ്ടി ഓടിച്ച് കയറി പോകാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ അത്യാവശ്യം ത്രില്ലിംഗ് ആയിട്ട് ഉള്ള ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് അതിൽ നിന്ന് കിട്ടുന്നതുമാണ്. ഉളുപ്പുണി ടോപ്പിൽ ഫുള്ള് പുല്ലുമേടായതുകൊണ്ടും ഒറ്റ മരം പോലും തണലില്ലാത്തത് കൊണ്ടും നമുക്ക് നല്ല വെയിലുള്ള സമയത്തും ഇങ്ങോട്ട് യാത്ര ചെയ്യാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. ആദ്യം നമ്മൾ പോകുന്നത് കവന്തയിലേക്കാണ്. ഉളുപ്പുണി ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഉള്ളിലേക്ക് ഒരു വഴിയോടെ കയറിയാണ് ഇങ്ങോട്ട് പോകുന്നത്. പോകുന്ന വഴി ആദ്യം മുതൽ തന്നെ ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് കുറച്ച് ദൂരം മാത്രമേ ആ കവന്തയിലേക്കുള്ളൂ. ഉളുപ്പുണിയൊക്കെ നേരത്തെ മുതൽ ഹിറ്റായിട്ടുള്ള സ്ഥലമാണെങ്കിലും ഈ കവന്ത അടുത്ത കാലത്താണ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലായി ഒരുപാട് ആൾക്കാരിലേക്ക് എത്തിയത്. ഈ ഒരു ലൊക്കേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചോ? യോബിന്റെ പുസ്തകത്തിൽ ഫഹദ് ഫാസിലിനെ പോലീസുകാരൊക്കെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുന്ന ഒരു സീക്വൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഷൂട്ട് ചെയ്ത ഈ ഒരു ലൊക്കേഷനിലാണ്. കവന്തയിലേക്ക് നമുക്ക് ശരിക്കും 2 രീതിയിൽ വരാൻ പറ്റും. ഇടതുവശത്തോടെ വരുന്ന ആ വഴിയാണ് മൂലമറ്റത്ത് നിന്ന് വരുന്ന റൂട്ട്. നമ്മൾ വന്നത് വാഗമണ്ണിൽ നിന്ന് വരുന്ന ആ വലതുവശത്തോടെയുള്ള വഴിയോടെയാണ്. മൂലമറ്റത്തു നിന്നുള്ള റോഡ് അത്യാവശ്യം നല്ല ഓഫ് റോഡും നല്ല വളവും തിരിവും ഉള്ള നല്ല രസമുള്ള വഴിയാണ്. കവന്തയിൽ കുറച്ച് നേരം നിന്നിട്ട് മൂലമറ്റത്തേക്കുള്ള റൂട്ടിൽ കുറച്ച് നമ്മൾ പോയി നോക്കുകയാണ്. ഈ വഴിയും അത്യാവശ്യം ഓഫ് റോഡ് ചെയ്യാൻ പറ്റിയ വഴികളാണ്. ഈ റൂട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഇവിടെ അധികം ആൾക്കാരോ തിരക്കോ ഒന്നുമില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വളരെ പീസ്ഫുള്ളായിട്ട് നമുക്ക് സിംഗിളായിട്ടോ കൂട്ടുകാരൊക്കെ ആയിട്ടോ വന്ന് ഓഫ് റോഡൊക്കെ ചെയ്ത് നല്ല രീതിയിൽ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് പോകാൻ പറ്റിയൊരു റൂട്ടാണിത്.
കാട്ടിനകത്ത് ഒരു പാമ്പ് കിടക്കുന്ന പോലെ വളഞ്ഞു പുളഞ്ഞു കിടക്കുന്ന ഈ ഒരു റോഡിന്റെ ആകാശ കാഴ്ചകൾ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഈ റൂട്ടിൽ ആക്ച്വലി നമുക്ക് വരേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാൽ നമ്മൾ ഈ റൂട്ടിൻ്റെ ഒരു ഭംഗി കണ്ടിട്ട് ഇവിടുത്തെ ഓഫ് റോഡ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇങ്ങോട്ടേക്ക് വന്നത് തന്നെ. ഇവിടെ നിന്ന് മേളിലേക്ക് നോക്കുമ്പോൾ കാണുന്ന ആ ഒരു പുല്ലുമേടൊക്കെയാണ് ഉളുപ്പുണി ടോപ്പ് ഭാഗമൊക്കെ. അങ്ങോട്ടേക്കാണ് നമുക്കിനി പോകേണ്ടത്. എന്നാൽ ഇനി അങ്ങോട്ട് പോകണമെങ്കിൽ വീണ്ടും തിരിച്ചു പോയിട്ട് ഉളുപ്പുണി ജംഗ്ഷനിൽ ചെല്ലേണ്ടതായിട്ടുണ്ട്. ഉളുപ്പുണി ജംഗ്ഷനിൽ കാണുന്ന ഈ ഒരു പള്ളിയുടെ സൈഡിലൂടെ കാണുന്ന വഴിയോടെയാണ് മുകളിലേക്ക് നമുക്ക് പോകേണ്ടത്. ഇവിടെ നിന്ന് ഇനി ഏകദേശം ഒരു 2-3 കിലോമീറ്റർ ഫുള്ള് ഓഫ് റോഡാണ് നമ്മുടെ ഉളുപ്പുണി ടോപ്പ് വരെ. തുടക്കം മുതൽ തന്നെ അത്യാവശ്യം നല്ല മോശം വഴിയാണ്. കുറച്ചുകൂടെ മുന്നോട്ട് വന്ന് വഴിയുടെ അവസ്ഥ കണ്ടപ്പോൾ മുകളിൽ വരെ പോകാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ ചെറിയൊരു സംശയം തോന്നി. ഇവിടെ കണ്ട ലോക്കൽസിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ആദ്യമുള്ള ആ ഒരു ഭാഗം മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ, മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഈസി ആയിട്ട് പോകാമെന്നാണ് അവർ പറഞ്ഞത്. ഏതായാലും ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് ആദ്യത്തെ ടാസ്കുള്ളൊരു ഭാഗം ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഒരുപാട് ഓഫ് റോഡ് ജീപ്പുകൾ ഇതുവഴി സർവീസൊക്കെ നടത്തുന്നുണ്ട്. ഒരു ജീപ്പിന് ഏകദേശം 2000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 പേരടങ്ങുന്ന ഒരു സംഘത്തിന് ഇതിൻ്റെ മുകളിൽ വന്നിട്ട് ഈസി ആയിട്ട് പോകാൻ പറ്റുന്നതാണ്. ഏതായാലും അവർ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് മുന്നോട്ട് ചെന്നപ്പോഴത്തേക്ക് വഴി വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഓടിച്ചു പോകാൻ പറ്റുന്നുണ്ട്. ഇവിടെയൊക്കെ അത്യാവശ്യം നമുക്ക് സ്പീഡിൽ വണ്ടി എഴുന്നേറ്റ് നിന്നൊക്കെ ഓടിച്ചു പോകാൻ പറ്റുന്നുണ്ട്. പണ്ട് കാലത്ത് ഇവിടെ വന്ന സമയത്ത് ഈ വഴിയൊക്കെ അത്യാവശ്യം നല്ലതായിരുന്നു. എന്നാൽ ഈ അടുത്ത കാലത്താണ് വഴി ഇത്രയും മോശമായതാണ് ഇവിടുത്തെ നാട്ടുകാർ പറഞ്ഞത്. ഇവിടെ ഓഫ് റോഡ് ചെയ്യാനായിട്ട് പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ ആണ് ഈ വഴി കൂടുതൽ നശിപ്പിക്കുന്നതെന്നാണ് ഇവിടുത്തെ ലോക്കൽസ് പറഞ്ഞത്. ഇവിടെ അങ്ങ് ടോപ്പ് വരെ ഇതുപോലെ 2 സൈഡിലും ഒരാൾ പൊക്കത്തിൽ പുല്ല് വളർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. മുകളിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 360 ഡിഗ്രി വ്യൂ തന്നെ കാണാൻ സാധിക്കുന്നതാണ്. ആ ദൂരെ കാണുന്നത് കുളമാവ് ഡാമിൻ്റെ റിസർവോയറാണ്. ഞങ്ങൾ ആദ്യം ഇവിടുത്തെ റോഡിൻ്റെ അവസ്ഥ കണ്ടിട്ട് തിരിച്ചു പോകാനൊക്കെ പ്ലാൻ ചെയ്തതാണ്. എന്നാൽ അങ്ങനെ പോയിരുന്നെങ്കിൽ ഒരു വലിയ നഷ്ടം തന്നെ ആയേനെ. ഇത്രയും കഷ്ടപ്പെട്ട് റിസ്ക് എടുത്ത് ഓഫ് റോഡൊക്കെ ചെയ്ത് ഇതിൻ്റെ ടോപ്പിലെത്തുമ്പോൾ കിട്ടുന്ന കാഴ്ചയുടെ ആ ഒരു ഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. പണ്ട് ഒറ്റ വഴിയായിട്ട് കിടന്ന ഈ വഴി ഇപ്പോൾ ആൾക്കാർ വണ്ടി കയറ്റിക്കൊണ്ട് പോയി 2-3 വഴികളായിട്ട് തിരിഞ്ഞു കിടപ്പുണ്ട്. ശരിക്കും ഇവിടെ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ നല്ല രീതിയിൽ ഈ വഴികളൊക്കെ നശിപ്പിക്കുന്നുണ്ട്. പ്രോപ്പറായിട്ട് ഓഫ് റോഡ് ഡ്രൈവ് ചെയ്യാൻ അറിയാൻ മേലാത്ത ആൾക്കാർ സ്വന്തം വണ്ടിയൊക്കെ കൊണ്ടുവന്നിട്ട് ഈ റോഡ് ദയവ് ചെയ്ത് നശിപ്പിക്കാതിരിക്കുക. ഇവിടെ ഒരുപാട് ആൾക്കാരുടെ ഉപജീവന മാർഗ്ഗമാണ് ഇവിടുത്തെ ഓഫ് റോഡ് ജീപ്പ് സഫാരിയൊക്കെ. നമ്മളായിട്ട് അത് നശിപ്പിക്കാനുള്ള അവസരം ഉണ്ടാക്കരുത്. നല്ല മഴയത്ത് ഇതിലൂടെ ബൈക്കിൽ ഓഫ് റോഡ് ചെയ്യാനൊക്കെ പാടാണെങ്കിലും ചളിക്കാത്തൂടെയുള്ള ആ ഒരു റൈഡൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ആ ഒരു സമയം ഇവിടെ ശരിക്കും എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. സ്വന്തമായിട്ട് ഓഫ് റോഡ് വണ്ടി ഇല്ലാത്തവർക്കും ജീപ്പ് സഫാരിക്ക് പൈസ മുടക്കാൻ താല്പര്യമില്ലാത്തവർക്കും ഒക്കെ നടന്നു വന്ന് വേണമെങ്കിലും ഈ കാഴ്ചകളൊക്കെ കണ്ടുപോകുന്നതാണ്. അധികം ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നടന്ന് ഇതിൻ്റെ ടോപ്പ് വരെ നമുക്ക് വന്നു പോകാവുന്നതുമാണ്. ഈ ഒരു സ്ഥലത്തെപ്പറ്റി പുറംലോകം അറിഞ്ഞത് തന്നെ ഇയോബിൻ്റെ പുസ്തകം സിനിമ റിലീസ് ചെയ്തതിന് ശേഷമാണ്. പഴയ കാലത്തെ മൂന്നാർ എങ്ങനെ ഇരിക്കുന്നോ അത് അതേപോലെ സെറ്റിടാനായിട്ട് അമൽനീരത് കണ്ടെത്തിയ ഒരു സ്ഥലമാണിത്. ഏതായാലും ടോപ്പിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ താഴോട്ട് തിരിച്ചിറങ്ങുകയാണ്. വന്ന വഴി അല്ലാതെ വേറൊരു വഴി ഇവിടെ ഉണ്ടെന്ന് ഇവിടുത്തെ ഒരു ലോക്കൽ ഞങ്ങളോട് പറഞ്ഞു. ആ വഴിയോടെ വന്നപ്പോഴത്തെ ഇതുപോലത്തെ മനോഹരമായ കാഴ്ചകളൊക്കെ കാണാൻ സാധിച്ചു.
അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾ ട്രാവൽ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് കാണുന്നതിനായി ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ബൈ ബൈ.